ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു VR വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് സോയാബീൻ ഫ്രൈ. അതിനുവേണ്ടി നമ്മൾ കുറച്ച് സോയാബീൻ ഒരു പാത്രത്തിലോട്ടിട്ട് അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഊറ്റി അതൊന്ന് കുതിർത്താൻ വെക്കണം. ഒരു 10 മിനിറ്റോളം വെച്ചാൽ മതി. അപ്പോഴത്തേക്കിനും സോയാബീൻ എല്ലാം തന്നെ കുതിർന്ന് നല്ല സോഫ്റ്റായി കിട്ടും. സോയാബീൻ എല്ലാം കുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് കറിക്ക് ആവശ്യത്തിന് കറിവേപ്പില നമുക്ക് പോയി പറിച്ചു കൊണ്ട് വരാം. അതിനുശേഷം നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച സോയാബീൻ എല്ലാം പിഴിഞ്ഞ് മറ്റൊരു പാത്രത്തിലോട്ടാക്കി അത് നെടുക്കെ ഒന്ന് മുറിച്ചു കൊടുക്കുക. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മുറിക്കാം. അങ്ങനെ മുറിക്കുകയാണെങ്കിൽ മസാലയെല്ലാം തന്നെ പെട്ടെന്ന് സോയാബീനിലോട്ട് കയറി പിടിച്ച് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മളിങ്ങനെ എല്ലാ സോയാബീനും മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഊറ്റി കൊടുക്കാം. എന്നിട്ട് അതിലൊരു ടേബിൾ സ്പൂണോളം കടുകിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് പൊട്ടി വന്ന കടുകിലോട്ട് നമുക്ക് കറിവേപ്പില എല്ലാം ഇട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അതൊക്കെ ഒന്ന് ഇളകി ഇതായി വരുമ്പം അതിലോട്ട് നമുക്ക് ഒരു വലിയ സവോള അരിഞ്ഞതും ഒരു 3-4 പച്ചമുളക് 2ആയി മുറിച്ചതും ഇട്ട് കുറച്ച് നേരം എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. അതിലോട്ട് ഒരു ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ സവോള വരട്ടാനിടുന്ന സമയത്ത് തന്നെ അതിലോട്ട് ഉപ്പ് ആഡ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സവോള വരണ്ടി കിട്ടും. അതിന് ഇട്ടിട്ടാണ് നമ്മൾ ആദ്യമേ ഉപ്പിടുന്നത്. ഈ സവോള എല്ലാം ഒന്ന് കുറച്ച് ഫ്രൈ ആയി വരുന്ന സമയത്ത് അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് വീണ്ടും ഒന്ന് ഇളക്കണം. അതിനുശേഷം ഇതിലോട്ട് ഒരു വലിയ ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യണം. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ഇതിലോട്ട് ആഡ് ചെയ്യണം. അതിനുശേഷം ഇവയെല്ലാം നല്ല രീതിക്കൊന്ന് ഇളക്കണം. ഇവയെല്ലാം കുറേ നേരം കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത് നല്ല രീതി മിക്സായി വരുമ്പോഴത്തേക്കിനും ഏകദേശം ഈ കളറൊക്കെ ആയി വരും. നമ്മൾ ഈ പാനിലിട്ട സവോളയിലും പച്ചമുളകിലും എല്ലാം ഈ പൊടികളെല്ലാം തന്നെ ഒന്ന് കയറി പിടിച്ച് നല്ല മിക്സായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ടൊമാറ്റോ സോസ് ആഡ് ചെയ്യാം. 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് കറിക്ക് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് കറിക്ക് ചേർത്ത് കൊടുക്കുന്നതിനനുസരിച്ച് കറിയുടെ ടേസ്റ്റും കൂടുന്നതാണ്. അതിനുശേഷം ഇതിലോട്ടൊരു ഗ്ലാസ്സോളം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടി ഒന്ന് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം. ഈ വെള്ളത്തിൽ ഈ സവോളയും പൊടികളും എല്ലാം നല്ല രീതിയിൽ അലിഞ്ഞു ചേരണം. കുറച്ച് നേരം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അത് കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തിളച്ച് വരും. ഈ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സോയാബീൻസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം തമ്മിൽ ഒന്ന് മിക്സ് ചെയ്യണം. കുറച്ച് നേരം ഇതെല്ലാം ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോഴത്തേക്കും ഇതെല്ലാം തമ്മിലൊന്ന് മിക്സായി വരും. ഈ മസാലയിലോട്ട് ഈ സോയാബീൻ എല്ലാം കയറി പിടിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇത് കുറച്ച് ഒരു 5 മിനിറ്റോളം 5-6 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഈ സമയത്തിനുള്ളിൽ ഇതിലെ വെള്ളമെല്ലാം പറ്റി ഈ ഒരു പരുവത്തിൽ കിട്ടും. ഈ പരുവാകുമ്പോൾ നമ്മൾ കുറച്ച് നേരം ഇതിലോട്ട് കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ആ സമയത്ത് നമുക്ക് എരിവിനാവശ്യമായ കുരുമുളക് ഇതിൽ ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം മസാലപ്പൊടി നമ്മൾ കറിയിലോട്ട് ചേർത്ത് കൊടുക്കണം, ഗരം മസാലപ്പൊടി. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് മല്ലിയില നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചത് ഇതിലോട്ട് ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ടായിരിക്കും. കൈ എടുക്കാതെ ഇത് കുറച്ച് നേരം ഇട്ട് ഇളക്കണം. എന്നാൽ ഈ ഫ്രൈ റെഡിയായി കിട്ടത്തുള്ളൂ. നമ്മുടെ സോയാബീൻ ഫ്രൈ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.